السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. أشرف الورى طه رسول الله صلى الله عليه وسلم. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഇഷ്ഖ് ജമലുല്ലൈലി സ്വലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, അള്ളാഹു പടച്ച തമ്പുരാന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും പരിപൂർണമായ രോഗശമനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് വളരെ ഇഖ്ലാസോടുകൂടെ ദുആ ചെയ്തുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടി പറയാതെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സ്വലാത്ത്, ഏത് പ്രയാസങ്ങൾ തന്നെയാകട്ടെ, എത്ര തന്നെ വലിയ വിഷമങ്ങളാകട്ടെ, ആ വിഷമങ്ങളൊക്കെ മാറാനുള്ള ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊക്കെ ജീവിതത്തിൽ ചൊല്ലുന്ന ഒരു സ്വലാത്താണ്, നമ്മളൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ്. പക്ഷെ പല ആളുകളും ആ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ആ സ്വലാത്ത് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് നമ്മളെ എത്ര വലിയ പ്രയാസങ്ങളാകട്ടെ അതണ്ട് നീങ്ങിക്കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ഉമ്മമാര് വിളിച്ചിട്ട് പറയും, ഉസ്താദെ പ്രയാസത്തിനാണ്, ഉസ്താദെ വലിയ സങ്കടത്തിനാണ്, വീടിന്റെ പണി ഉസ്താദെ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, 5-6 കൊല്ലമായി ഉസ്താദെ, പിന്നെ അങ്ങോട്ട് വീടിന്റെ പണിയൊന്നും നടന്നിട്ടില്ല, ഭർത്താവ് ഗൾഫിലാണ് ഉസ്താദെ, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, വിളിക്കാറില്ല ഉസ്താദെ, മോളെ കെട്ടിച്ചയച്ച വീട്ടില് പ്രശ്നങ്ങളാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് ഉസ്താദെ, എൻ്റെ കുട്ടിൻ്റെ കണ്ണീര് കാണുമ്പോൾ വല്ലാത്ത ടെൻഷനാണ് ഉസ്താദെ, എൻ്റെ മോൻക്ക് ജോലിയൊന്നും ശരിയായിട്ടില്ല, ഗൾഫിൽ പോയിട്ടുണ്ട് 5-6 കൊല്ലായി, അവിടുത്തെ ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, കല്യാണം ശരിയായിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഉസ്താദെ, പക്ഷെ ഒക്കെ മുടങ്ങിപ്പോകാണ്. അങ്ങനെ പ്രയാസങ്ങൾ മാത്രം പറയുന്ന എത്രയോ പേര് നമുക്കിടയിലുണ്ട്. എനിക്ക് തന്നെ അനുഭവമാണ്. ദിവസവും 10-25 ഉമ്മമാർ വിളിച്ചിട്ട് പറയുന്നത്, എൻ്റെ ഉപ്പമാർ വിളിച്ചിട്ട് പറയുന്നത് മക്കളെ കാര്യമാണ്, കച്ചവടത്തിൻ്റെ കാര്യമാണ്, ജോലിയുടെ കാര്യമാണ്, ഇങ്ങനെ പലജാതി പ്രയാസങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി ടെൻഷനായി നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ ഞാൻ സന്തോഷമുള്ള ഒരു അമല് പറഞ്ഞുതരാം. നിങ്ങൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ചൊല്ലും. നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു സ്വലാത്ത നമ്മൾ കേട്ടിട്ടില്ല, സ്വലാത്തു നാരിയ, നാരിയത്ത് സ്വലാത്ത്, അതന്നെയാണ് ആ സ്വലാത്ത്. എൻ്റെ ഉമ്മമാരെ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചൊല്ലിയാൽ മതി. സ്വലാത്തു നാരിയ എന്നും അതേപോലെ തന്നെ സ്വലാത്തുൽ ഫജ്രിയ എന്നും ഈ സ്വലാത്തിന് മഹാന്മാര് പറയാറുണ്ട്. ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വലിയ ഏത് പ്രയാസങ്ങളായിക്കോട്ടെ അതിനൊക്കെ ഈ സ്വലാത്ത് വലിയ മരുന്നാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ല, ഇത് ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരമാണെന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ വിളിക്കുന്ന പല ഉമ്മമാർക്കും ഞാൻ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങൾ എൻ്റെ ഉമ്മമാർ പങ്കുവെച്ചതായിട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എങ്ങനെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് മഹാനാകുന്ന ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ സ്വലാത്ത് ദിവസവും 41 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ അത് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും. എത്ര പ്രാവശ്യം? ഒരു 41 പ്രാവശ്യം. ഇനി അതിൽ കൂടിയാൽ ഒരു 100 പ്രാവശ്യം ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു ടെൻഷനുകൾ അള്ളാഹു ഒഴിവാക്കി കൊടുക്കുകയും പദവി ഉന്നതമാക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരാണ്.
അപ്പോൾ ഏത് വലിയ തന്നെ ആപത്ത് ഘട്ടങ്ങളിൽ നമുക്ക് വന്നാലും ഈ സ്വലാത്തുകൾ ചൊല്ലണം. ഏത് സ്വലാത്ത്? സ്വലാത്ത് നാരിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ഇതിന്റെ കൂടെ ചൊല്ലണം കേട്ടോ. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബ വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി وصحبه في كل لمحة ونفس بعدد كل معلوم لك. എന്നോട് ഒരു ഉമ്മ പറഞ്ഞതാ, ഉസ്താദേ ഞാൻ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചൊരു പെണ്ണാണ്. എന്നിട്ട് ആ ഉമ്മ വളരെ വേദനാജനകമായ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഉസ്താദ് ഞാൻ വലിയ റാഹത്തിലാണ്, ഇപ്പോൾ ഞാൻ വലിയ റാഹത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ റാഹത്തിലാകാനുള്ള കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ ഉസ്താദ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഭക്തി നിസ്കാരം പോലും ഞാൻ കളയാക്കാറില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു നോമ്പും ഞാൻ ഉപേക്ഷിക്കാറില്ല ഉസ്താദ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്തുകളും അതേപോലെ തന്നെ നാരിയത്തു സ്വലാത്ത് ഉസ്താദ്, ആ സ്വലാത്തിൻ്റെ മഹത്വം എന്താണെന്ന് അത് പതിവാക്കിയപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് ഉസ്താദ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഉസ്താദ്. എൻ്റെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉസ്താദിനോട് പറയാലോ ഉസ്താദ്, എനിക്കെന്നും ഊരവേദനയും എന്നും കൈകാലുകൾ കടച്ചിലും പുകച്ചിലുമാണ്. ഞാൻ വല്ലാതെ ടെൻഷനായിട്ടുണ്ട് ഉസ്താദ്. ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല, പോകാത്ത ഹോസ്പിറ്റലില്ല. പക്ഷേ എനിക്കതിൽ ശിഫ കിട്ടിയത് ഉസ്താദ് ഈ നാരിയത്ത് സ്വലാത്താണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവേ അതൊരു വല്ലാത്തൊരു സ്വലാത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സലാമത്താവണമെന്നുണ്ടെങ്കിൽ, മോന് ഗൾഫിലാണ്, ഒന്ന് റാഹത്തിലാകണം. ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, അത് റാഹത്തിലാകണം. ഒരു വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് പൂർത്തിയാകണം. മക്കളെ കല്യാണങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം. ഇതുപോലുള്ള ഏത് പ്രയാസങ്ങളാകട്ടെ, അത് നിങ്ങൾ ഹലാലായ എന്ത് ആഗ്രഹങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഈ സ്വലാത്തിൻ്റെ ഉമ്മമാരെ 4444 പ്രാവശ്യം ചൊല്ലിയാൽ എപ്പോഴാ നിങ്ങൾ ചൊല്ലേണ്ടി വരും? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. 4444 പ്രാവശ്യം ഒറ്റ സുബഹി നിസ്കാരം കൊണ്ടല്ല, എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ സ്വലാത്തുകൾ ചൊല്ലുക. അങ്ങനെ 4444 സ്വലാത്തുകൾ ചൊല്ലി തീർത്ത ഇൻഷാ അല്ലാഹ് ഏത് ഹലാലായ ഉദ്ദേശമാണ് നിങ്ങളെ മനസ്സിലുള്ളത് അത് അല്ലാഹു പൂർത്തീകരിച്ച് തരും, ഉറപ്പാ. ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുമ്പോൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലൂടെ ഓരോ വീഡിയോ വരുമ്പോഴും അതിനിടയിൽ ഒരുപാട് ഉമ്മമാർ കമൻ്റ് എഴുതി പറയാറുണ്ട് ഒരുപാട് വിഷമങ്ങൾ. എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പ്രയാസങ്ങൾ പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രവാസികളുണ്ട്. അൽഹംദുലില്ലാഹ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അറിയാവുന്ന ചില ദിക്റുകൾ, ചില രഹസ്യമായിട്ടുള്ള അമലുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് അവർ ചെയ്തിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഉസ്താദ് അൽഹംദുലില്ലാഹ് ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ വുദു എടുത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിൻ്റെ പേരിൽ ഉസ്താദ് പറഞ്ഞതുപോലെ തുടങ്ങി ഞാൻ ഈ ദിക്റുണ്ട് പതിവാക്കാൻ തുടങ്ങിയപ്പോൾ ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് സന്തോഷം, എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടില്ല ഉസ്താദ്, റാഹത്താണ്, ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദ്, അതിനും വേണ്ടി ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞ എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ മജ്‌ലിസിൽ ഞാനത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ, ഒരുപാട് ഉമ്മമാർ നമ്മളെ യൂട്യൂബിലൂടെ തന്നെ അതിൻ്റെ കമൻറ്റ് എഴുതി ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികളുണ്ട്, നമ്മളെ ചെറുപ്പക്കാർ, യുവാക്കൾ. അല്ലാഹു അവരൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ദുആ അതും പാടെ കഴിഞ്ഞ് നമുക്ക് പിരിയാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്
മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, നീ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും വന്നുപോയ പാപങ്ങളെ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾ പലരും മരിച്ചുപോയി ഖബറിന്റെ അകത്ത് അല്ലാഹ്, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഖബറിന്റെ അദാബിനെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാൻ. അല്ലാഹുവേ പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഞങ്ങളെ ഉസ്താദന്മാരുണ്ട്. അല്ലാഹ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, പലരും രോഗികളാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ആർക്ക് നീ ക്യാൻസർ തരല്ലേ അല്ലാഹ്, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്, കിഡ്നി തകർക്കല്ല അല്ലാഹ്, ഹാർട്ടിന് അസുഖം നൽകല്ല അല്ലാഹ്, ഡയാലിസ് രോഗികളാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ബ്ലോക്ക് തരല്ലേ അല്ലാഹ്, സ്റ്റോക്ക് തരല്ലേ അല്ലാഹ്, ഞങ്ങളുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാട് തരല്ലേ അല്ലാഹ്. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. 2 ദിവസം മുമ്പാണ് ദുബായിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവന്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് വരുന്നൊരു പുതുമാരൻ, കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം നാട്ടിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ചെറുപ്പക്കാരൻ അല്ലാഹു പെട്ടെന്നൊരു സൈലന്റ് അറ്റാക്ക് വന്നിട്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അല്ലാഹുവേ പടച്ചവനെ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്, കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത പ്രയാസം തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ പരീക്ഷിച്ചാൽ അല്ലാഹുവേ അത് താങ്ങാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല പടച്ചോൻ. അല്ലാഹുവേ, പരീക്ഷണങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദിവസവും വിളിക്കുമ്പോൾ ഉസ്താദ് ദ്വാരക്കണം, ഉസ്താദെ ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയുന്ന എൻ്റെ ഉമ്മമാരുണ്ട്. റബ്ബേ, അവരെ കുഴക്കല്ലേ അല്ലാഹ്, അവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്, അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. പഠിച്ചോന് ജോലി ചെയ്യുന്ന പല ആളുകളുണ്ട് അല്ലാഹ്, അവരെ ജോലിയൊക്കെ നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാകണേ അല്ലാഹ്. അല്ലാഹു, ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് അല്ലാഹ്, നീ അവരെ മറക്കല്ലേ അല്ലാഹ്, അവരെ മറക്കല്ലേ പഠിച്ചോന്, കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹു, നാട്ടിലുള്ള അവരുടെ ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കളടക്കം എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചോന്, ഈ പരിപാടി കാണുന്ന എൻ്റെ ഉമ്മമാരെ മറക്കല്ലേ അല്ലാഹ്, പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ്, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്, സ്വർഗം കണ്ട് ഷഹാദത്ത് കരീമ പറഞ്ഞ് മുത്ത് നബിയെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പോയ വണക്കക്കട്ടിലിൽ ഞങ്ങളെങ്ങനെ മലത്തി താടി തലയിലേക്ക് കെട്ടപ്പെട്ട് ഞങ്ങളെങ്ങനെ കിടത്തും. അല്ലാഹുവേ, ആ സമയത്ത് ഞങ്ങളെ മയ്യത്ത് കാണാൻ വരുന്നവർ അല്ലാഹുവേ പടച്ചോനെ, കരഞ്ഞു വരുന്നവർക്ക് ചിരിച്ചുകൊണ്ട് ഞങ്ങളെ കിടക്കുന്നത് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ജനാസ കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നൊരു 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ അല്ലാഹ്, നല്ലത് പറയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, യൂട്യൂബിലൂടെ കമന്റ് ആയിട്ട് ഒരുപാട് വിഷമങ്ങൾ എഴുതി അറിയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അല്ലാഹു, ഞാൻ എല്ലാ കമന്റും ഞാൻ വായിക്കാറുണ്ട്. പടച്ചോനെ, അവരുടെ വിഷമങ്ങളൊക്കെ നിന്നോട് ഞാൻ പറയുകയാണ് അല്ലാഹ്, നീ അവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്, പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഒരു ഹൈറിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, എല്ലാ ദിവസവും ടെൻഷനായി കഴിയുന്നവരുടെ മുഖത്ത് നീ സന്തോഷം നൽകണേ അല്ലാഹ്, പുഞ്ചിരി നൽകണേ അല്ലാഹ്. പടച്ചോനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, മോർച്ചറിയിൽ കയറ്റുന്ന മയ്യത്താക്കല്ലേ അല്ലാഹ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം തരല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്ത് നല്ലതുപോലെ കുളിപ്പിക്കാൻ പറ്റാത്ത മരണം തരല്ലേ അല്ലാഹ്. പടച്ചോനെ, നീ ഞങ്ങളൊക്കെ കാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു, സാഹിരീങ്ങളെ സിഹിറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം ഇവിടെ വെച്ചെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു അവർക്ക് മുഴുവനും നീ ഖൈർ നൽകണേ അല്ലാഹ്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ പടച്ചവനെ കണ്ണ് നിറയെ കഅബ കാണാനും അല്ലാഹുവേ ഞങ്ങളുടെ ദുഃഖദോഷ ഭാണ്ഡഭാരക്കെട്ടുകൾ പരിശുദ്ധ കഅബാലയത്തിന്റെ തിരുമുറ്റത്തിറക്കി വെച്ച് ഉമ്മ പെറ്റ കൽബോലം അല്ലാഹുവേ മദീനയും കണ്ടു മടങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് ഹജ്ജിന് കൊടുത്തിട്ടുണ്ട് ഉസ്താദ് ശരിയാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ആ സാധുക്കളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. കടങ്ങൾ വീടാൻ ഒരു മാർഗ്ഗം എളുപ്പാക്കണേ അല്ലാഹ്. ഉസ്താദ് മക്കളെ കല്യാണം ശരിയാകുന്നില്ല ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. അവരുടെ മക്കളുടെ കല്യാണങ്ങളൊക്കെ റാഹത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഗർഭിണികളുണ്ട് ഉസ്താദ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു ദുആ മാത്രമാ പ്രതീക്ഷ അല്ലാഹ്. നീ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ്, സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ എന്ത് ഹലാലായ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ആമീൻ പറയുന്നത് അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾ അപ്പോൾ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കുക. അല്ലാഹു അർഹമായ പ്രതിഫലം തരും. പടച്ചവന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കൂലി കിട്ടും. മാത്രമല്ല നിങ്ങൾ ഏത് വിഷമങ്ങളും നീങ്ങിക്കിട്ടും ഇൻഷാ അല്ലാഹ്. ദിവസവും വിളിക്കുന്ന ആളുകളുണ്ട് മുഅ്മിനീങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അസറിൻ്റെ ശേഷം നിങ്ങൾ വിളിക്കുന്നവർ അസറിൻ്റെ ശേഷം വിളിക്കുക. പലരും വിളിച്ചിട്ട് പറയാറുള്ള ഉസ്താദ് നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല അങ്ങനത്തെ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഇൻഷാ അല്ലാഹ് അസറിൻ്റെ ശേഷം വിളിച്ചാൽ കിട്ടും. മറ്റുള്ള സമയങ്ങളൊക്കെ എൻ്റെ മുഅ്മിനീങ്ങൾ ഓരോ ക്ലാസ് മറ്റുള്ള പരിപാടികളൊക്കെ ആയി പോകുന്നതുകൊണ്ട് അസറിൻ്റെ ശേഷം നിങ്ങൾ വിളിച്ചാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. തിരൂരിലാണ് ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഒരുപാട് ഉമ്മമാർ ഇവിടെ വരാറുണ്ട്. അതേപോലെ തന്നെ ആരും വിളിക്കാതെ വരരുത്. ഒരുപാട് ഈ അടുത്ത സമയത്ത് തലശ്ശേരിയിൽ നിന്നൊരു കുടുംബം വന്നിട്ട് ഇവിടെ വന്ന് അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്നു. അങ്ങനെ അവർ മടങ്ങിപ്പോകേണ്ടി വന്നു. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമായിപ്പോയി. കാരണം ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരുന്നവർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിളിച്ചിട്ട് നിങ്ങൾ വരിക. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ, അള്ളാഹു തീർത്ത് തരട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം, ഞാൻ നിങ്ങൾക്കും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.